ഹായ് ഹലോ. അപ്പോൾ ഇന്ന് രാവിലെ വേറെ ജോലികളൊക്കെ കഴിഞ്ഞു, കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഉച്ചക്കലത്തേക്കിനുള്ള പരിപാടിയിലോട്ട് കടന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ നമുക്ക് ഇച്ചിരി കൊഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നത് വൃത്തിയാക്കി വറക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കൊഞ്ച് എളുപ്പത്തിൽ വൃത്തിയാക്കാൻ ആർക്കെങ്കിലും അറിയാവോ? എനിക്കറിയത്തില്ല കേട്ടോ. ഇതിൻ്റെ നാരെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് എണ്ണയിലോട്ടിട്ട് വറക്കുന്നതിന് പകരം ഞാനൊന്ന് വേവിച്ചതിന് ശേഷമാണ് വറക്കുന്നത്. അപ്പോൾ ആദ്യം കൊഞ്ച് വേവിക്കാനായിട്ട് വെക്കുവാണേ. അതിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കുരുമുളക് ചതച്ചതും മസാലയും കൂടെ ചതച്ചതും നമ്മൾ അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ചേർത്തിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പും ഇട്ട്, കറിവേപ്പില ഇല്ലാതെ നമുക്കൊരു പരിപാടിയില്ല. കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് വെന്ത് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതേണ്ട നല്ലതായിട്ട് വെന്ത് വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കുവാണേ. അങ്ങനെ നമ്മുടെ കൊഞ്ച് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നു. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും കറി വേണ്ടേ? അപ്പം വെള്ളരിക്ക മോര് കറി വെക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അതേണ്ട മോരെടുത്തപ്പോൾ വലിയ പുളിയില്ല. അപ്പോൾ പിന്നെ നമുക്ക് വെള്ളരിക്ക വെച്ച് പച്ചക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് വേവാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കുക കേട്ടോ. ഉള്ളിയും ജീരകവും തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന വെള്ളരിക്കയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നേരത്തെ വേവിച്ച് വെച്ചില്ലേ, അതിലോട്ട് നമ്മൾ ഈ അരപ്പ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വച്ചിട്ട് നമ്മളത് മാറ്റിയിട്ട് അതിനകത്തോട് വേണ്ട കടുക് വറുത്തൊഴിക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് ഇന്ന് നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ചക്കപ്പണിയിലോട്ട് കിടന്ന് അപ്പം ഞാൻ കുറച്ച് അരിയാനായിട്ട് ഇരുന്ന് കേട്ടോ. അരിയാനായിട്ട് ഇരുന്നപ്പോഴത്തേന് പിന്നെ അമ്മ വന്നു. അമ്മയും കൂടെ അരിയാനായിട്ട് ഇരുന്നേ. നമുക്ക് 2 ദിവസത്തേക്കിനുള്ള ചക്കയാണ് കേട്ടോ. 2ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ അരപ്പ് തയ്യാറാക്കി തേങ്ങയും പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും കുറച്ച് കുരുമുളകും കൂടെ ചതച്ചത്. എന്താണ്ട് നമ്മുടെ ചക്ക റെഡി ആയിട്ട് വന്ന് കേട്ടോ. ഞാൻ ചക്ക കഴിക്കത്തില്ല, പച്ചയും പഴുത്തയും കഴിക്കും. വേണ്ട നമ്മുടെ ഉച്ചക്കലത്തുള്ള ഊണ് റെഡിയായി. അപ്പം അതിനകത്ത് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടായിരുന്നു. മാമ്പഴപ്പുളിശ്ശേരി ഇന്നലത്തെ ആയിരുന്നേ. അങ്ങനെ എല്ലാം കൂടെ അടിപൊളിയായിട്ട് കൂട്ടിക്കുഴച്ച് കഴിച്ച്.